ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻ കറിയാണ്. അതിനായിട്ട് 1/2 കിലോ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, ഒരു 4 ചുള വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് വേപ്പില, 4 പച്ചമുളക്, കുറച്ച് ഉലുവ, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കുടംപുളി, പിന്നെ തേങ്ങ, 1 കപ്പ് തേങ്ങ, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കണത് നോക്കാം. ഒരു ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒരു 1/4 ടീസ്പൂണേക്കാളും താഴെയുള്ള ഉലുവ നന്നായിട്ട് മൂക്കണം. ഉലുവ നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. നന്നായി ഇളക്കി കൊടുക്കുക മൂക്കുന്നത് വരെ. പിന്നെ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കണം. ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് മൂക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ പോകണം. തക്കാളി ഇതൊക്കെ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത്. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കണം. മൂത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. പൊടി മൂത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ട്. തേങ്ങ ഇട്ടിട്ട് അധികം മൂക്കൊന്നും വേണ്ട. വേഗം തന്നെ നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് ഇത് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരക്കാൻ ഇടാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് ചട്ടിയിൽ ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക പാകത്തിന്. ഇനി നമുക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്ത കുടംപുളി ഇടാം. 4 ചുള, 4 പച്ചമുളകും കീറിയിടാം. ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്ത് പോയി. ഉപ്പിടണം. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കണം. ഇപ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം. കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചാറൊക്കെ വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായി തിളച്ച് കറിയൊക്കെ ഒന്ന് കുറുങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് ഒരു തണ്ട്. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് ചാറൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ നമ്മളെ കറി നന്നായിട്ട് വറ്റി ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി വഴറ്റിയിട്ട് എടുക്കണം. ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിക്കണം. ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. 2 ഉണക്കമുളകും ഇട്ടിട്ടുണ്ട്. നന്നായി മൂത്തതിൻ്റെ ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ അടിപൊളി മീൻകറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.